ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അഹങ്കാരം വരുത്തിയ വിന. കൂട്ടുകാരെ, ആമയുടെയും മുയലിന്റെയും കുറുക്കന്റെയും കഥകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ എന്റെ ഈ കഥ നടക്കുന്നത് തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നോക്കൂ, ചൂളൻ വിളിച്ച് ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടില്ലേ? അതിലെ തിക്കിലും തിരക്കിലും ഇടയിൽ ഒരു യുവാവ് കോട്ടും സൂട്ടുമൊക്കെ അണിഞ്ഞ് ചെറിയൊരു പെട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങി. പെട്ടി താഴെ വെച്ച് തന്റെ കൂളിംഗ് ഗ്ലാസ് പൊക്കി തലയിൽ വെച്ച് അയാൾ ചുറ്റും നോക്കി. എന്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ വേണം. അയാൾ ഉറക്ക വിളിച്ചു, കൂലി, കൂലി. പക്ഷെ ഒറ്റ കൂലിക്കാരൻ പോലും അയാളെ തിരിഞ്ഞു നോക്കില്ല. അവരെല്ലാവരും ധാരാളം പെട്ടിയുമായി വന്ന യാത്രക്കാരുടെ പുറകെ പോയി. നാശം, ആരും വരുന്നില്ലല്ലോ. യുവാവ് ദേഷ്യത്തിൽ പിറുപിറുത്തു. അപ്പോൾ അതുവഴി പോയ ഒരാൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്തു പറ്റി? എന്റെ ഈ പെട്ടി ചുമക്കാൻ ഒരു കൂലിക്കാരനെ പോലും കാണുന്നില്ല. ഈ പെട്ടി ചുമക്കാനാണോ താങ്കൾ ആളെ അന്വേഷിക്കുന്നത്? ഇത് താങ്കൾക്ക് തന്നെ എടുക്കാവുന്നതല്ലേയുള്ളൂ. ആ ചോദ്യം യുവാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. യുവാവ് അഹങ്കാരത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു കരുതി? പെട്ടി ചുമക്കേണ്ട ഗതികേടൊന്നും ഇരിക്കില്ല. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ചുമക്കാൻ പെട്ടി. അങ്ങനെ പറഞ്ഞ് യുവാവിന്റെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങി യുവാവ് ഗവൺമെന്റ് സ്റ്റേഷന്റെ പുറത്തേക്ക് നടന്നു. ഒരു കുതിരവണ്ടിയുടെ മുന്നിലെത്തിയപ്പോൾ പെട്ടി അതിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറച്ച് പണമെടുത്ത് അയാളുടെ നേരെ നീട്ടി. എന്നാൽ ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞത് എന്താണെന്നോ? എനിക്ക് വേണ്ട, കുട്ടി തന്നെ വെച്ചോളൂ. അങ്ങനെ പറഞ്ഞ് അയാൾ നടന്നുപോയി. യുവാവ് കുതിരവണ്ടിയിൽ കയറി യാത്രയായി. പിറ്റേന്ന് നഗരത്തിലെ ടൗൺ ഹാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന മഹാന്റെ പ്രസംഗം നടക്കുന്ന കാര്യം യുവാവ് അറിഞ്ഞു. ആ മഹാന്റെ പ്രസംഗം കേൾക്കാൻ കൂടി നിന്നവരിൽ നമ്മുടെ യുവാവുണ്ടായിരുന്നു. വേദിയിലേക്ക് വന്ന ആളെ കണ്ട് യുവാവ് ഞെട്ടിപ്പോയി. ഇന്നലെ എന്റെ പെട്ടി ചുമന്ന ആളല്ലേ ഇത്? ഇത്രയും ഉന്നതയിലുള്ള ഒരാളാണോ ഒരു മടിയും ഇല്ലാതെ എന്റെ പെട്ടി ചുമന്നത്? എന്നാ ഞാനോ? തന്റെ പ്രവൃത്തിയിൽ യുവാവിന് വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ കാലുകളിൽ വീണ് മാപ്പ് ചോദിച്ചു. അദ്ദേഹം യുവാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്നോ? വളർച്ച ഒരിക്കലും അഹങ്കാരത്തിന്റെ ചവിട്ടുപടിയാവരുത്. അത് നമ്മളെ നഷ്ടത്തിലേക്ക് ചെന്നെത്തിക്കും. കൂട്ടുകാരെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരാണെന്നറിയാമോ? സാമൂഹ്യ പരിഷ്കർത്താവ്, അധ്യാപകൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ മഹാനാണ് അദ്ദേഹം. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നന്മ, ലാളിത്യം, വിനയം, സത്യസന്ധത എന്നീ കാര്യങ്ങൾ നാം എത്ര ഉന്നതയിലെത്തിയാലും അത് നമ്മളിൽ നിന്ന് അകന്നു പോകരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കഥ ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി.